2012 തൊട്ട് 2000 വരെ നമ്മൾ ഈ സ്ട്രഗിളിലല്ലോ. ഇതൊന്നും ഒരിക്കലും ഈസി ആയിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ സ്റ്റോറി പറയുവാണെങ്കിൽ 2012 ഞാൻ പറഞ്ഞത് നമ്മൾ പെട്ടി ചുമന്നുകൊണ്ടിരുന്നു. പെട്ടി പിന്നെ മാറി DCP ആയി മാറി. DCP നമ്മൾ അവർ അപ്ലോഡ് ചെയ്യും, നമ്മൾ ഡൗൺലോഡ് ചെയ്യും, നമുക്ക് റൈറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ഡ്രൈവ് DCP റൈറ്റ് ചെയ്യുന്ന സാധനമുണ്ട്. ഈ DCP റൈറ്റ് ചെയ്യുന്ന സാധനത്തിൽ നമുക്കൊരു മാക്സിമം നമുക്ക് റൈറ്റ് ചെയ്യാം, അറ്റ് എ ടൈം റൈറ്റ് ചെയ്യാൻ പറ്റുന്ന 6 അല്ലെങ്കിൽ 12 ഈ നമ്മൾ വീക്കെൻഡിൽ ഇരുന്ന് നമ്മൾ ജോലിക്ക് പോകണം. ഇത് 1 man ആർമി ആയിരുന്നു, നമ്മൾ തന്നെയായിരുന്നു മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നമ്മളിത് റൈറ്റ് ചെയ്ത് രാവിലെ പോയിട്ട് മൺഡേ ജോലിക്ക് പോകുന്നതിന് മുമ്പ് ഈ സാധനം അയച്ചു കൊടുക്കണം. അപ്പം ഈ ഡ്രൈവിലാണ് നമ്മൾ റൈറ്റ് ചെയ്യുന്നത്. ഹാർഡ് ഡ്രൈവ് ഉണ്ടല്ലോ, അപ്പോൾ ഒരു 500 GB ഹാർഡ് ഡ്രൈവ് വാങ്ങിക്കും. അതിൻ്റെ അകത്താണ് ഈ സാധനം റൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ടൈപ്പ് ഡ്രൈവ് ഉണ്ട്. ഒന്ന് CRI ഡ്രൈവ് എന്ന് പറഞ്ഞാൽ നല്ല കട്ടിയുള്ള ഒരു നമ്മൾ ഷെയ്ക്ക് ആയിരുന്നു കുഴപ്പമില്ല. അതിനന്ന് 150 പോണ്ടായിരുന്നു. ഈ ചെറിയ ഡ്രൈവ് ഉണ്ട്, അതിന് 30-35 പോകേണ്ടതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ചെറിയ ഡ്രൈവ് എടുക്കും, അതിന് റൈറ്റ് ചെയ്യും. അത് റൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഇത് അയക്കും. അപ്പോൾ ഒരു 20% ഡ്രൈവിനും ഈ ഷേക്ക് ആവും, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത് ശരിയാവില്ലാത്തത് എന്തെങ്കിലും പ്രശ്നം വരും. അപ്പോൾ നമ്മൾ വേറെ ഡ്രൈവ് അയക്കണം. പിന്നെ ഈ ഡ്രൈവ് ഒന്നും തിരിച്ചു വരും, ഒരു 30-40% ഡ്രൈവും തിരിച്ചു വരും. അപ്പം നമുക്ക് ഓരോ പ്രാവശ്യം പടങ്ങൾ പുതിയ ഡ്രൈവ് ഇതൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്.